ഹിച്ചാക്കി മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് റഫേലുള്ള മാസ്റ്റർ പീസ് മ്യൂസിയത്തിലാണ്. നിങ്ങളിൽ പലർക്കും ഇത് അധികം കേട്ടുപരിചയമില്ലായിരിക്കും. ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇത് തുടങ്ങിയിട്ട് ഒരു 2-3 മാസം ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇവിടെ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ വിശേഷം ഞാൻ പറയുന്നില്ല, അതിൽ നല്ല നിങ്ങളെ കൊണ്ട് കാണിക്കുന്നതാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ മാസ്റ്റർ പീസ് മ്യൂസിയം റഫേലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് കടന്നില്ല. ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിക്കുക. ഒരാൾക്ക് പെർ പേഴ്സണ് ചാർജ് ചെയ്യുന്നത് 2 BD ആണ്. 2 BD ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവർ ടിക്കറ്റ് തരും. അതിൻ്റെ കൂടെ അവരൊരു ഇതൊക്കെ തരും. അത് ഞാനിപ്പോൾ കാണിച്ചില്ല എന്താ തരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലെ കാഴ്ചകളൊക്കെ കാണാം. എന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് 2 BD കൊടുക്കുമ്പോൾ കിട്ടുന്ന ടിക്കറ്റ് ഇതാണ്. മാസ്റ്റർ പീസ് മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്, കാറ്റലോഗ് പോലെ. അതെന്താണെന്നുള്ളതും അതിനകത്തെ കാഴ്ചകൾ അവരുടെ മാപ്പും ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്തുണ്ട്. അതേപോലെ അവരുടെ ഒരു എൻട്രൻസ് ടിക്കറ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എന്താണെന്നുള്ളതും അതിന് കൂടെ നമുക്ക് ബെഹറിൻ്റെ ചെറിയൊരു സിമ്പിളൂടെ കിട്ടും. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് 2 BDയിൽ കിട്ടുന്നത്. 2 BDയിൽ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസപ്ഷനിൽ വന്നു കഴിയുമ്പോൾ, അതായത് ഈ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ 2 ഫ്ലോറായിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ സ്റ്റോറും അതിൻ്റെ മുകളിലുള്ളത് മ്യൂസിയമായിട്ടാണ്. 2 രീതിയിലാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഒരുപാട് ബുക്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് പേരുടെ ജീവചരിത്രങ്ങളുള്ള ബുക്കുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. പിന്നെ അവരുടെയൊക്കെ ഹീറോസിൻ്റെയൊക്കെ കണ്ടില്ലേ, ഹീറോസിൻ്റെയൊക്കെ ഒരുപാട് സിമ്പിൾസ് അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട്. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ കാഴ്ചകളുണ്ട്. കളിപ്പാട്ടങ്ങളുണ്ട്, ടോയ്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, CD, DVD, പഴയ നമ്മുടെ കാസറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുവരെ ഇവിടെ കളക്ഷൻ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എനിക്കതിലും വളരെ രസകരമായിട്ട് തോന്നിയത് കണ്ടില്ലേ, ഹൂ വാസ് ഗാന്ധി എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അപ്പം നമ്മളിൽ പലർക്കും നമുക്കൊക്കെ കഥകൾ അറിയാമെങ്കിൽ പോലും അതൊക്കെ ഇവിടെ ഇങ്ങനൊരു വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ ബഹ്റിൻ പോലുള്ളൊരു രാജ്യത്ത് അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ബുക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനമായിരിക്കും തോന്നുന്നത്. ശരിക്കും ആ ഒരു ബുക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾക്ക് കഥ അറിയാമെങ്കിൽ പോലും നമുക്കതൊക്കെ വായിച്ചു നോക്കാനും, ഗാന്ധിജിയുടെ മാത്രമല്ല അതേപോലുള്ള ഒരുപാട് സൂപ്പർ ഹീറോസിൻ്റെ, നെൽസൺ മണ്ടേലയുടെ ഉണ്ട്, അതേപോലെ ദുബായ് രാജാവിൻ്റെ ഉണ്ട്, അങ്ങനെ സ്റ്റീവ് ജോബ്സിൻ്റെ ഉണ്ട്. അങ്ങനെ പലരുടെ ബുക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മദർ തെരേസയുടെ ഉണ്ട്, ഹിറ്റ്ലറിൻ്റെ ഉണ്ട്. എല്ലാവരുടെ ജീവചരിത്രങ്ങളും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ആവശ്യപ്രകാരം ആ ബുക്ക് ഏത് ബുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതിന് അഡീഷണൽ പൈസ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് നല്ല ഒരുപാട് അറിവുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ ടോയ്സോ അല്ലെങ്കിൽ കുറേ ഓട്ടോഗ്രാഫോ മാത്രമോ കണ്ടിട്ട് പോവുകയല്ല. ബുക്കൊക്കെ വാങ്ങിച്ച് നമുക്ക് കൂടുതൽ നോളജ് കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ അറിവ് കിട്ടും. അതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ താഴെയുള്ള നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസിലുള്ള റിസപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അവരുടെ ഓരോ ഓട്ടോഗ്രാഫും അല്ലെങ്കിൽ പല ടോയ്സും, പിന്നെ അല്ലെങ്കിൽ ബുക്കുകളാണെങ്കിലും പല വലിയ മഹാന്മാരുടെ ബുക്കുകളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിലൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ താഴെ മ്യൂസിയത്തിൽ സ്റ്റോറിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയും നമുക്കിവിടുന്ന് അകത്തേക്ക് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടുന്നാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനൊരു സെറ്റപ്പ് ഞാനിത് കണ്ടിട്ടില്ല ആദ്യമായിട്ട്. ഞാൻ ആദ്യം ഓർത്ത് ഇതൊരു ചെറിയൊരു മ്യൂസിയം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവർ സേഫ്റ്റി കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ ഇവിടെ നിന്ന്.
കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോർ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ക്രിസ്മസ് ട്രീ ആണ് കാണാൻ പറ്റുന്നത്. കണ്ടല്ലേ, നല്ല കിടിലമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ. ചോദിച്ചപ്പോൾ ഡിസംബർ 1 തന്നെ അവരിവിടെ വെച്ചെന്നാണ് കേട്ടെ. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ആണ് കാണുന്നത്. ക്രിസ്മസ് ട്രീ കണ്ടു കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റിന് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് കണ്ടില്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു സെറ്റപ്പാണിത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് വലിയൊരു ബോക്സായിട്ട് വരുന്നത്. ഇതുപോലല്ല, വലിയൊരു ബോക്സായിട്ട് പല ഘട്ടമായിട്ട് വരുന്നു. അത് നമ്മളതെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് അത് ബോക്സിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കുന്നതാണ്. ആ ബോക്സിനകത്ത് അതിൻ്റെ സിമ്പലും കാണും, അല്ലെങ്കിൽ അത് ഏത് ഷേപ്പായിരിക്കും എന്നുള്ള ഇതും കാണും. അതിനനുസരിച്ച് പല കളറുകളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഒരൊറ്റ ഷേപ്പിൽ ആക്കിയെടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടെയൊക്കെ തന്നെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ, അതായത് ബോക്സോടെ വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ലീവ് സമയത്തൊക്കെ വീട്ടിൽ പോയിരുന്നിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും. പല ബോക്സിങ് ആൾക്കാരുടെയും MMA ഫൈറ്ററും അതേപോലെ ബോക്സിങ് ചാമ്പ്യൻഷിപ്പൊക്കെ എടുത്തവരുടെയൊക്കെ ഫോട്ടോസും അവരുടെയൊക്കെ ഓട്ടോഗ്രാഫും ഒക്കെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുഹമ്മദ് അലി പോലുള്ള വലിയ വലിയ ആൾക്കാരുടെയും അതേപോലെ റോക്കി ബാൽബോവ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കാഴ്ചകൾ, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ്, അവരുടെ ഓട്ടോഗ്രാഫ് എല്ലാം ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജെയിംസ് ബോണ്ടിൻ്റെയൊക്കെ ഒരു സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, വേണം അങ്ങനെ തന്നെ പറയാം. അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കും കാര്യങ്ങളും അതേപോലെ CD എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്ന സമയത്ത് കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. അവരുടെ എല്ലാം ബയോഗ്രഫി കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേസ് ഉള്ളത് അത് ടോട്ടലായിട്ട് അവരത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേസ് പോലും അവർ ഫ്രീ ആയിട്ട് വിട്ടിട്ടില്ല. എല്ലാം കണ്ടില്ലേ, എല്ലാ കോർണറിലാണെങ്കിൽ പോലും ഈ ഇട്ടിരിക്കുന്ന ഫ്ലാഗ് ആണെങ്കിൽ പോലും, ഞാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഡീറ്റെയിലും ഗെയിം ഓഫ് ത്രോൺസ് എന്ന ഡ്രാമ സീരീസിൻ്റെ അവരുടെ ആ ഒരു ഇതും കണ്ടില്ലേ, വിൻ്റർ ഇസ് കമ്മിങ്, അവരുടെ ഫ്ലാഗ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ ഒരു കൊട്ടാരം അറിയാത്തവരായിട്ട് ആരും കാണില്ലായിരിക്കും. ഈ ഹാരി പോട്ടറിൻ്റെ ആ ഒരു സെഷനാണ് ഈ ഒരു വാളിൽ ഇവിടെ ഫുള്ള് കാണുന്നത്. അതാണ് അവർ വാൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഹാരി പോട്ടർ ഒരു സൈഡിൽ, അതേപോലെ ഡിസ്നിയുടെ ഒരു സൈഡിൽ, ഗെയിം ഓഫ് ത്രോൺസ് ഒരു സൈഡിൽ, അങ്ങനെ പല ഡ്രാമ സീരീസിൻ്റേതും അതേപോലെ ആൾക്കാരുടെയൊക്കെ പേര് വെച്ച് ഒരു കോർണറിൽ വെച്ചിരിക്കുകയാണ്. അതേപോലെ അവരുടെയൊക്കെ ഒരു ഹാരി പോട്ടറിൻ്റെയൊക്കെ അവരുടെ കൊട്ടാരത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ലെഗോ മോഡലും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം. വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കാം. ഇല്ല, ഇവിടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല, വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ അവർ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി ഇപ്പോൾ കണ്ടത്. ഇത് ഡിസ്നിയുടെയാണ്, വാൾട്ട് ഡിസ്നിയുടെ ആ ഒരു സെഷനാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ എല്ലാ ക്യാരക്ടറിൻ്റെ ഫോട്ടോയും അവരുടെ ഓട്ടോഗ്രാഫും പിന്നെ അതിനുള്ള കളിപ്പട്ടങ്ങളായാലും അതിൻ്റെ ലെഗോ മോഡൽസും കാര്യങ്ങളും, ബുക്ക്, CD അങ്ങനെ എല്ലാം ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമുക്ക് കിട്ടും.
നമ്മുടെ പഴയ ആ ഒരു സെറ്റപ്പിലുള്ള ടി വി ഒക്കെ ഉണ്ടല്ലേ, ആ ടി വി പഴയ ഇവിടെ കിട്ടുന്ന ചെറിയ കാസറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ VCD ഇല്ലേ, VCDയുടെ കാസറ്റൊക്കെ കിട്ടും. ആ കാസറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ ഇടാം, അതൊക്കെ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ മ്യൂസിക് സിസ്റ്റം, നമ്മുടെ ആ പഴയ കാസറ്റ് കിട്ടുന്ന മ്യൂസിക് സിസ്റ്റം എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോണിൽ തന്നെ കേട്ടോ, ഇവിടെ പഴയ ഫോണിൽ വെച്ചിട്ട് അങ്ങനെ ഒരുപാട്. ഇതിപ്പോൾ അവർ ഒരു സ്ഥലത്തും ഒരു ക്യാരക്ടർ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രാമ സീരീസ് അല്ലെങ്കിൽ ഒരു സിനിമ സീരീസ് അല്ലെങ്കിൽ ഒരു ലെജൻഡ് അങ്ങനെ ഓരോ പേരിൽ അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഒരു പേരും അവരുടെ ഓട്ടോഗ്രാഫും മെയിനായിട്ട് എല്ലാവരുടെ ഓട്ടോഗ്രാഫ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. എല്ലാ ക്യാരക്ടറിൻ്റെ ഓട്ടോഗ്രാഫ് അവരുടെ ഫോട്ടോയിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലുള്ള ബുക്കുകൾ, അവരുടെ ബുക്കുകൾ കാര്യങ്ങളിലൊക്കെ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരം, അതായത് ചാടിക്കയറി വന്നിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളിതെല്ലാം കണ്ടാൽ ഓരോന്നും നിന്ന് വെയിറ്റ് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് ബുക്കാണെങ്കിലും അതേപോലെ ഓരോ ക്യാരക്ടറിൻ്റെ CD ആണെങ്കിലും എല്ലാം നമ്മളെടുത്ത് നോക്കിയിട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ദാഹിക്കോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചായയോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ പീസ് മ്യൂസിയത്തിൻ്റെ എൻ്റെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അധികം റേറ്റ് ഒന്നും വരുന്നില്ല, ഇവിടെ നിന്ന് തന്നെ നമുക്ക് കോഫി എല്ലാം കുടിച്ചിട്ട് പോകാം. കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം, അതിനുള്ള ചെയറുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ടോ, കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ എല്ലാവരും കോഫി കുടിക്കുന്ന ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിച്ച മഹാന്മാരുടെ കൂടെ ഇരുന്ന് നമുക്കൊരു ചായ കുടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെ ഫോട്ടോസും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മറ്റൊരു കോർണറിൽ ഇവിടെ നമുക്ക് കാണുന്നത് മാർവെല്, അതേപോലെ അവഞ്ചേഴ്സ്, പിന്നെ എക്സ്മെൻ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള അവരുടെ എല്ലാം ഫോട്ടോസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, എല്ലാ ക്യാരക്ടറിൻ്റെയും ഫോട്ടോ അവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാം അവരുടെ ഓട്ടോഗ്രാഫും ഉണ്ട്. ഇനി ഞാൻ പോകുന്നത് പറയുന്നത് ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അത് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രാമ സീരീസിലൊന്നാണ് ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്, 1-2 പേര് എസ്പെഷ്യലി. അപ്പോൾ ആദ്യം ഞാൻ വന്നിട്ട് നോക്കി അവരുടെ ഓട്ടോഗ്രാഫ് ഉണ്ടോ, അവരുടെ ഫോട്ടോ ഉണ്ടെന്നൊക്കെയാണ്. ഈ ഒരു സെഷൻ ഫുള്ള് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇവിടുന്ന് കയറി വന്നു നമ്മൾ അവിടെ എല്ലാം പോയി കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സെഷനൊക്കെ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഇവിടാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഫുൾ ക്യാരക്ടർ. അവിടെ കയറുമ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ, തലയിടിക്കില്ല എന്ന് നോക്കിയിട്ടുണ്ട്, തല നോക്കിക്കോണമെന്ന് എഴുതിയിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലെ ഫുൾ ക്യാരക്ടറിൻ്റെ ഫോട്ടോയും അവരുടെ ഓട്ടോഗ്രാഫും ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പേര്, ഡീറ്റെയിൽ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ജെയ്മി ലാനിസ്റ്ററിൻ്റെ ഒക്കെ ഓട്ടോഗ്രാഫും കാര്യങ്ങളും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇതിന്റെ ഓണർ, ഹീസ് ദ ഓണർ ആൻഡ് ഓൺലി ഓൺ ഹിയർ. So nice to meet you. Thank you very much. Really, I don't think that this place is. I thought when I saw in the Instagram and all the other sources, I thought it's a small one only. It's just a museum, just a source. Store only that thing. Yes. But once I come up in the first floor, totally excited. Thank you very much. Because all the places and all the character photos and their Legos only. Yes. You make an amazing place for this. Thank you very much. My name is Hamid Al-Kohiji from Bahrain, especially from Rafah. And I'm a collector since I was kid, like more than 20 years I'm collecting, and I started to do things with the clay. Okay. Handmade figures. Okay. For the famous characters. Okay. I started with the basic things. Then because I love to see movies, I like to read about the legends, how they start, the journey, and they become successful. So I was doing the statues. Okay. Of them, like the real statue. I do. You are making with the clay or with the clay? With the clay, right? Yeah. And then I started to collect the things about the character. For example, the biographies, movies, books, anything. I like to make like his own work, like a shortcut. Yeah. Okay. So when the visitors come, they can see this character and what he did, achievements. You can see. They will get more information also. It's they can find more information. Yeah. But this one actually like a short. You can see, he did all this. And I try to find his to get the signature, hand sign. Okay. So this is like a new idea when I was going to travel and visiting countries. They have a lot of museum. Yes. I didn't see that there is a museum especially for autographs. Okay. Or signature museum. Yeah. So I got the idea, let's do something new. Okay. For Bahrain and for the future, the aim to increase the quantity, and we apply for the Guinness World Record. So I think it's already full. There is no space to give the other people. Yeah, maybe we have to do something. Yeah. So this is the aim for collecting things. Also, in the future, we want to apply for the Guinness World Record. So the visitors, when they visit this museum, they can see the biggest collection and different things in one place. Yes. So this is You are making all the places like for the Marvel separate there is something, and for the different sections. Sections. For people who love Marvel, X-Men, DC, different Game of Thrones. Yes. It's nice, when the actors or the celebrities, when they visit here or anywhere, if you go there and you can get the signature with your name. This is something special, This is those signatures are attaching with the photos. That is only for the display, right? Only for the display. Yes. For our collection. Yeah, that's display. Yes. And so some of the famous people are coming here, like from MMA. Yes. They are also coming visiting. Also, some actors, some people from like a sport career and MMA fighters. It's a new place, but the good thing that they see this is something special. Yes. So they come and they sit and they sign. They do more. So because we want to open also a new section for Bahrain and new section for sport. Yeah. Okay. So they are also supporting. Yes. See, masterpiece. The name is real. The masterpiece museum. Thank you very much. Trying to do something new, Yeah, exactly. The idea. So it's because of your childhood inspiration, right? That you want to create something different from other Exactly, people. yes. Only because of that, right? Exactly, yes. Okay. And what are if the kids will come also, they can get the toys and all the Legos and everything from here, right? Yeah, sure. They can got it from here and they can take it to their home. Exactly, yes. Because you will sell all these items. We have in the shop, we have a store, like if someone like to collect some autographs, if we have extra, we put some for sale. Okay. Also the other things. Yeah. So, is it costly or how it will be? For the autographs? Autographs and everything. It depends, Depends the character. Yeah, for example, autographs, if someone is very famous, the autograph will be expensive. If someone is, did already, hard to find, cannot find, this one also, the price will go up, And there's some actors, it's only, they come out for
in one scene or only. This is cheap, you know. It depends. Depends on the character and Yeah, this. exactly. Yes. Anyhow, it's really awesome. I thought it just a small museum only. Once I come up only, I realized We it's a hope big also place. we do something better. Yeah, seriously. The people will get to know these places actually. Thank you very much. Really hard. I appreciate you. Thank you very much. Thank you. Anyhow, nice to meet you, bro. This is actually your place. Your place. Anytime you can come and enjoy. Sure, This sure. is your place. Sure, people will, maybe especially the kids, if they will come, these all their superheroes also. Yes, exactly. Yes. They will get excited and they will Yes, put some yes. super. Anyhow, nice to meet you, bro. Thank you so much. Thank you. Keep in touch. Bye-bye. See you. അപ്പോൾ ഈ മാസ്റ്റർ പീസ് മ്യൂസിയം എന്ന് പറയുന്നത് റഫേലാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതേപോലെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഓൾറെഡി. ഇവർ സ്റ്റാർട്ടിംഗ് ടൈം 4 o'clock ആണ്. എല്ലാ ദിവസവും 4 o'clock to നൈറ്റ് 9 o'clock വരെയാണ് ഇവർ ഓപ്പണിങ്. സൺഡേ ക്ലോസ് ആണ്. പിന്നെ ഫ്രൈഡേ 4 to 10 ആണ്, 10 o'clock വരെ ഉണ്ട് രാത്രിയിൽ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആദ്യമേ ഓർത്തു ഇതൊരു സിമ്പിൾ ചെറിയൊരു മ്യൂസിയം ആയിരിക്കും, വലുതായിട്ടൊന്നും കാണുന്നില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കളിപ്പാട്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഓട്ടോഗ്രാഫ്, അവരുടെ പേര്, ഡീറ്റെയിൽ അങ്ങനെ എല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ ബയോഗ്രഫി, അവരുടെ കഥകൾ, പിന്നെ അത് അവരുടെ CD-കൾ, അവരുടെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ രസം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഉറപ്പായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ ലഗോ ഈ കവറിൽ കിട്ടും. എന്നിട്ട് നമുക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് നല്ലൊരു ടൈം പാസ്സാണ്. അവരവിടെ അടങ്ങിയിരുന്ന് ചെയ്തോളൂ. പിന്നെ നമുക്കാണെങ്കിലും ഒരുപാട് നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഓട്ടോഗ്രാഫും അതേപോലെ അവരുടെയൊക്കെ CD-യും അവരുടെയൊക്കെ ജീവചരിത്രങ്ങൾ അടങ്ങിയ ബുക്കുകളും, അത് ഇംഗ്ലീഷിലായാലും അറബിക്കിലായാലും മലയാളത്തിലില്ല, ഇംഗ്ലീഷ്, അറബിക്ക് അങ്ങനെ പല ലാംഗ്വേജിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പോവാം. പിന്നെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതായത് ചെറിയ ബോട്ടിലാണെങ്കിലും ചെറിയ ഗ്ലാസ് ആണെങ്കിലും അങ്ങനെ, അതേപോലെ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സ്റ്റാച്ചു ആണെങ്കിൽ പോലും അത് വാങ്ങിച്ച് ഗിഫ്റ്റായിട്ട് റാപ്പ് ചെയ്ത് അവർ നമുക്ക് തരും. അത് വാങ്ങിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. മൊത്തത്തിലൊരു വെറൈറ്റി സെറ്റപ്പ് തന്നെ. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും വന്നത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടും. ഞാനും ഒന്നുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇവിടെ ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടായിരിക്കും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഓടി നടന്ന് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനാണ് തോന്നിയത്. അതുപോലുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കുട്ടികളായാലും ഫാമിലി ആയാലും നിങ്ങൾ വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. വന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെന്നുള്ളത് നിങ്ങൾ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം. അതോടെ ഇന്നത്തെ എൻ്റെ ഈ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വ്യത്യസ്ത കാഴ്ചകളും ഒരുപാട് പുതുമയുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും ഹിച്ചയ്ക്ക് മല്ലിൻ്റെ മാസ്റ്റർ പീസ് മ്യൂസിയത്തിനൊപ്പം ബൈ ബൈ.